സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ലീവ് ഡിസൈനാണ് എന്ന് പറയാൻ പോണത്. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഉണ്ട് കേട്ടോ. ഇത് ഇത്തിരി വിശദമായിട്ട് അങ്ങോട്ട് പറയാൻ കരുതി. നല്ല പ്യുവർ വൈറ്റ് തുണിയിൽ നല്ലൊരു ലേസ് വെച്ചിട്ടാണ് ആദ്യത്തെ ഡിസൈൻ. 1.25 ഇഞ്ചാണ് ലേസിൻ്റെ വിട്ട്. അപ്പം നമ്മൾ 1.25 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെയിം ക്ലോത്ത് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വേറെ പീസ് എടുത്താൽ കാണാൻ വൃത്തി ഉണ്ടാവില്ല. സെയിം പീസിൽ ഇതേപോലെ തന്നെ 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഇതേപോലെ താഴേക്ക് വരച്ചു കൊടുക്കുക. ഞാനിവിടെ 4 ഇഞ്ച് ലെങ്ത്തിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എവിടെ വരെയാണോ സ്ലിറ്റ് ആവശ്യം അവിടെ വരെ വരച്ചു കൊടുക്കുക. താഴെയും ഇതേപോലെ തന്നെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്കും കൂടി വരച്ചിട്ട് ഞാനൊരു ബോക്സ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ വരച്ച സൈഡിലേക്ക് നമുക്ക് ഇതേപോലെ ലേസ് ഒന്ന് വെച്ച് കൊടുക്കണം. ലേസ് ഇപ്പോൾ ഞാനൊന്ന് അളവ് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്ട. ഇപ്പുറത്തെ സൈഡിലേക്ക് മറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ലേസ് വെക്കുമ്പോൾ കമഴ്ത്തി വെക്കണം കേട്ടോ. കമഴ്ത്തി വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സൈഡ് ഉള്ളിലാവുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കണം. ലേസ് കണ്ടില്ലേ, ലേസ് പുറത്തേക്ക് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു പോയിന്റ് നമ്മൾ ഉള്ളിലേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലേസിൻ്റെ കറക്റ്റ് അളവ് തന്നെ എടുത്തത് കേട്ടോ. ഉള്ളിലേക്ക് ഒരു തരി പോലും പോകുന്നില്ലെങ്കിൽ നമുക്കൊരു 2.25 ഇഞ്ചെങ്കിലും ആദ്യത്തെ അളവ് എടുക്കണമായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറയണതെന്ന്. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടണം, നടുക്കൊരു കുഞ്ഞു ഗ്യാപ്പ് നമുക്ക് കിട്ടണം, ഒരു മുത്തൊക്കെ വെക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണം. അതിനുശേഷം രണ്ടാമത്തെ ലേസും ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. വേറെ സൂചിയൊന്നും പുറത്തേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക ന്നതേ ഉള്ളൂ. അതിനുശേഷം 2 സൈഡും ഇതേപോലെ ആദ്യമേ നമുക്ക് വേണമെങ്കിൽ സൈഡ് അടിച്ച് കൊടുക്കാട്ടെ. അപ്പോൾ ഞാൻ ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അടിച്ചതിന് ശേഷം കണ്ടില്ലേ, ലേസ് ആ സൈഡിലാണ് ഇരിക്കുന്നത്, നമ്മൾ ഈ സൈഡിലേക്കാണ് എഡ്ജ് അടിച്ചു കൊടുക്കേണ്ടത്. ഞാൻ തുണി നിഷേധത്തിൽ നിന്ന് ഇതേപോലെ പുറത്തേക്ക് പതുക്കെ എടുത്തതിന് ശേഷമാണ് മടക്കി വെച്ച് കൊടുക്കുന്നത്. ചിലർ സൂചി അവിടെ നിർത്തിയിട്ട് തന്നെ ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ തുടക്കക്കാരത്തിയാണല്ലോ, അപ്പോൾ തുടക്കക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ട് ഇതേപോലെ തന്നെ മടക്കി വെച്ച് കൊടുക്കുക. നൂലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നൂല് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ 3 വശം നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെയോ ഇനിയിപ്പോൾ ഇത് തന്നെ നമ്മൾക്ക് നെക്കിലും ചെയ്യാം. അപ്പോൾ നെക്കിലോ എവിടെയാണോ ആവശ്യമുള്ളത് വെക്കേണ്ടത് അവിടെ ഇതേപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഈ വശത്തേക്കാവുന്നത് രൂപത്തിൽ, അതായത് നല്ല സൈഡ് ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി 4 ഇഞ്ച് സീവ് അലവൻസ് ഇട്ടിട്ട് ഇതേപോലെ ഉള്ളിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ എഡ്ജൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മറിക്കാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. ഇനി കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിഷ്യത്തിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നേരെ താഴേക്ക് അടിച്ചതിന് ശേഷം ആ ഒരു കോർണർ ഭാഗം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രഷർ പൊക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് തുണി അപ്പുറത്തേക്ക് തിരിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നേരെ സ്ട്രെയിറ്റ് അടിക്കുക. അത് കഴിഞ്ഞ് ഈ ഒരു കോർണർ വരുമ്പോൾ ഇതേപോലെ തന്നെ പ്രഷർ പൊക്കി വെച്ചിട്ട് താഴേക്കാക്കി വെച്ചിട്ട് നേരെ ഇതേപോലെ താഴേക്ക് അടിച്ചു കൊടുക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കാണുന്നവരിൽ. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണതെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട. അതിനുശേഷം ഇതേപോലെ നേരെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 ലേസും ഇതേപോലെ വന്ന് നേരെ നിൽക്കും. ഇനി 3 സൈഡും ഒന്ന് പതിച്ച് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾക്ക് വേണ്ടി വരുമെന്ന്. ഒരു മുത്ത് വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ഓവർലാപ്പായിട്ട് പോയിട്ടില്ല. ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ ഇങ്ങനെ മുത്ത് വെക്കാൻ പറ്റും. ഓവർലാപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മുത്ത് വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കണ പോലെ തോന്നിക്കും. ലേസിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ ഇതേപോലെ മുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും. ഞാനപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ എടുത്തതിന് ശേഷമുണ്ട് ഓരോ ഗ്യാപ്പിൽ കൂടി മുത്ത് വെച്ച് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നൂലിങ്ങനെ പുറത്തേക്ക് കാണുമല്ലോ. അപ്പോൾ അതേ നമ്മുടെ നല്ല അടിപൊളി ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താഴെ ഒന്നും ഞാൻ മടക്കി അടിക്കണോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ ഡിസൈൻ മാത്രമാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കയ്യിൽ വെക്കാനായിട്ട്. ഇതിൽ നെക്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈ സ്ലീവാണ് കേട്ടോ. കുറേ ഡൗട്ടുകൾ ഇതിൻ്റെ ഞാൻ ക്ലിയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്ലീവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യണ പോലെ തന്നെ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് സ്ലീവ് അലവൻസ് കൊടുത്തിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ വിട്ടൊക്കെ എടുക്കുമ്പോൾ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തോളണം കേട്ടോ. നേരെ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഡബിൾ സ്റ്റിച്ച് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം ആ സ്റ്റിച്ച് നേരെ ആക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഇങ്ങനെ മടക്കി അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ച് ഇതേപോലെ കൊടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. ഈ സ്ലീവ് ഷോർട്ട് സ്ലീവ് ചെയ്യണതായിരിക്കട്ടെ കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ തുണി എടുക്കുമ്പോഴും നല്ല ജോർജറ്റൊക്കെ എടുത്തോളൂ. ഞാനിപ്പോൾ കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ജോർജറ്റൊക്കെ ആകുമ്പോൾ ശരിക്കും ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ നിന്നോളൂ കേട്ടോ. 2 സൈഡും ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇതേപോലെ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷോർട്ട് സ്ലീവ് ആണല്ലോ, അപ്പോൾ ഒരു 2 ഇഞ്ച് വിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒരു ഡബിൾ സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു ടൂള് വെച്ചിട്ട് നമ്മൾക്ക് 2 ഇഞ്ച് വരെയുള്ള സ്റ്റിച്ച് ഇതേപോലെ ഒന്ന് അഴിച്ചു കൊടുക്കാം.
ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം കേട്ടോ. ഭയങ്കര വീതിയിൽ മടക്കി അടിക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ രീതിയിൽ ഒന്ന് മടക്കി അടിച്ചാൽ മതി, എന്നാലേ കാണാനൊന്നും ഭംഗി ഉണ്ടാവുള്ളൂ. അകവും പുറവും ശരിക്കും മനസ്സിലാവുന്ന ഒരു തുണി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് മെയിൻ സൈഡിൽ നിന്നൊന്നും പറയാത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി ഇതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ഞൊറിഞ്ഞ് നമ്മളുടെ സ്ലിറ്റിൻ്റെ അടുത്ത് വരെ കൊണ്ടുചെല്ലണം. പ്ലീറ്റൊക്കെ ഒന്ന് ഭംഗിയാക്കണം കേട്ടോ. കൈ കൊണ്ട് ചെറിയ രീതിയിൽ ഞെറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ് കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ മിഷീത്തിൻ്റെ താഴെ വെച്ചിട്ടാണ് അടിക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുന്നിയെടുത്താലും മതിയിട്ട, ചിലപ്പോൾ സൂചി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഹെയർ ബാൻഡായിട്ടുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റുന്ന ചെറിയൊരു ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ കേട്ടോ മടക്കേണ്ടത്. ഞാനിവിടെ അത് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ സ്റ്റിച്ച് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് മടക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാനൊന്ന് അടിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ബാലൻസ് ഉള്ള പീസ് ഇതേപോലെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ മറിച്ചിടാനുള്ളതാണ്. നഖം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ഭംഗിയിൽ ഇതേപോലെ മറിച്ച് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് തുന്നിയാലും മതി, ഇതേപോലെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിപ്പം മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഓപ്പൺ ആയിട്ട് ആ സ്ലിറ്റിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിടപ്പില്ലേ, അവിടെ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അത് നമ്മുടെ മെയിൻ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ചുരിദാറിനും ഉടുപ്പിനൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബട്ടർഫ്ലൈ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? സ്ലീവിൻ്റെ താഴ്ഭാഗത്തൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ വിട്ടായിരിക്കും കേട്ടോ, താഴ്ഭാഗത്തെ വിട്ടായിരിക്കുള്ളൂ. ആ തുണിയുടെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് താഴ്ഭാഗത്ത് നിന്ന് ഇതേപോലെ 2 ഇഞ്ചും മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 ഇഞ്ച് ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ ഓരോ മാർക്കുകൾ ചെയ്ത് കൊടുക്കുക. അത്രയും ഗ്യാപ്പ് വിട്ടാൽ മതി, എന്നാലേ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് ഇതേപോലെ 2 ഇഞ്ചിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ 2 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് വരച്ചു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും 1 ഇഞ്ച്. ഇനി മുകളിലേക്കും ഇതേപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ ഡയഗണലായിട്ട് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു ഡയമണ്ട് ആകൃതി വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കോർണർ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ആ ഡിസൈൻ കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ താഴ്ഭാഗമുള്ള എഡ്ജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഷാർപ്പാക്കി വരക്കാതെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. മെയിൻ ക്ലോത്തിലേക്ക് നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഡിസൈൻ ചെയ്യാനായിട്ട്. നമുക്ക് അടിച്ചിട്ട് മറിച്ചിടേണ്ടതാണ്. ഇനി സെൻറ്ററിൽ ഇതേപോലെ ഒരു മുട്ടുസൂചിയൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം ആ ഡിസൈനിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് വരക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് കിടന്ന് വിഷമിക്കുന്ന ആൾക്കാർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വരച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ആകൃതി നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതേപോലെ ഉള്ളിൽ നിന്നൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആ കോർണർ ഭാഗമൊക്കെ ഇതേപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ആകെ ഒരു ഇത്തിരിക്കോളം ഉള്ളിട്ട് ഇവിടെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ടൈം ലാപ്സ് ആയിട്ട് കാണിക്കണതാണ് കേട്ടോ. ഇത്രയും സ്പീഡിലൊന്നും ഞാൻ ചെയ്യാറില്ല, വളരെ സൂക്ഷിച്ചാണ് ചെയ്യണത്. ഇനി ആ കോർണർ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് ആ ഭാഗം കണ്ടില്ലേ, കറക്റ്റായിട്ട് നമ്മൾ കട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കൂടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ടപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നില്ലേ എന്ന് നോക്കിയാൽ ഇനി ഒന്ന് തേച്ചും കൂടി കൊടുക്കട്ടെ. അപ്പോൾ ഈ ഷേപ്പ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി കുറച്ചും കൂടി ഈ ഷേപ്പ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പിൽ കുറച്ച് മുത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇപ്രാവശ്യം ഗ്യാപ്പൊന്നും കൊടുക്കാതെ ഫുൾ അങ്ങോട്ട് മുത്ത് തുന്നി കൊടുത്തിട്ടാ അങ്ങനെ വെച്ചാലും മതി, അല്ലെങ്കിൽ ഓരോ മുത്തുകൾ ഗ്യാപ്പിട്ട് കൊടുത്താലും ഭംഗിയായിരിക്കുള്ളൂ. എങ്ങനെ വെച്ചാലും സംഭവം കളറായില്ലേ. അപ്പോൾ ഈ 3 സ്ലീവ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.